നമസ്കാരം. നമ്മുടെ സാമ്പത്തിക ഇടപാടുകളെല്ലാം തന്നെ പൂർണ്ണമായി വിശ്വാസത്തോടെയാണ് ബാങ്കുകൾ വഴി നടത്തുന്നത്. എന്നാൽ ബാങ്കുകൾ പലപ്പോഴും ഉപഭോക്താക്കളുടെ ഈ വിശ്വാസവും അറിവില്ലായ്മയും മുതലെടുത്തുകൊണ്ട് പലതരത്തിലുള്ള സാമ്പത്തിക ചൂഷണങ്ങൾ നടത്തുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഈ പ്രവണത ഗൗരവമായി എടുത്തുകൊണ്ട് രാജ്യത്തെ പരമാവധി സാമ്പത്തിക ഇടപാടുകൾ നിയന്ത്രിക്കുന്ന സാക്ഷാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBI ബാങ്കുകൾക്ക് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ കർശനമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. തങ്ങളുടെ കീഴിൽ വരുന്ന എല്ലാ പൊതുമേഖലാ സ്വകാര്യ വാണിജ്യ ബാങ്കുകൾക്കുമായിട്ട് നെവർ മിസ്ലീഡ് കസ്റ്റമേഴ്സ് അഥവാ ഉപഭോക്താക്കളെ ഒരു തരത്തിലും തെറ്റിദ്ധരിപ്പിക്കരുത് എന്ന ശക്തമായിട്ടുള്ള താക്കീതാണ് RBI ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ബാങ്കുകൾ നടത്തുന്ന ഇത്തരം അനാരോഗ്യകരമായിട്ടുള്ള ബിസിനസ് രീതികൾക്കെതിരെ RBI കൊണ്ടുവന്ന ലേറ്റസ്റ്റ് നിയമങ്ങൾ നിങ്ങളെ എങ്ങനെ പോസിറ്റീവായി ബാധിക്കും എന്ന കാര്യം കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് RBI ഇത്തരം ഒരു കടുത്ത തീരുമാനത്തിലേക്ക് എത്തിയത് എന്ന് ചിന്തിച്ചാൽ അതിനുള്ള പ്രധാന കാരണം മിസ് സെല്ലിംഗ് എന്ന പേരിൽ ബാങ്കുകളിൽ നടക്കുന്ന നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റ് കാണുക. അതോടൊപ്പം തന്നെ മാക്സിമം നിങ്ങൾ എല്ലാവരിലേക്കും ഒന്ന് ഈ വീഡിയോ ഷെയർ ചെയ്ത് നൽകുക. മിസ് സെല്ലിംഗ് ബാങ്കുകളിലെ ജീവനക്കാർക്ക് മാനേജ്മെൻറ്റിൽ നിന്നും ലഭിക്കുന്ന വലിയ സെയിൽസ് ടാർഗറ്റുകൾ പൂർത്തിയാക്കുന്നതിനായിട്ട് കസ്റ്റമേഴ്സിനെ ഒട്ടും അനുയോജ്യമല്ലാത്ത സാമ്പത്തിക ഉൽപ്പന്നങ്ങൾ നിർബന്ധിച്ച് അവരുടെ തലയിൽ കെട്ടിവെക്കുന്ന പ്രവണത ഇന്ത്യയിലുടനീളം ഇപ്പോൾ വർദ്ധിച്ചു വരികയാണ്. ഒരു ഉപഭോക്താവ് ബാങ്കിൽ എന്തിനാണോ വന്നത് ആ ആവശ്യം കൃത്യമായി നിറവേറ്റുന്നതിന് പകരം അവരെ തെറ്റിദ്ധരിപ്പിച്ച് മറ്റ് സ്കീമുകളോ പ്രൊഡക്റ്റുകളോ എടുപ്പിക്കുന്നതാണ് ഇതിൻ്റെ രീതി. ഇത് പലപ്പോഴും സാധാരണക്കാരായിട്ടുള്ള ഉപഭോക്താക്കൾക്ക് വലിയ സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടാക്കുകയും അവരുടെ അറിവോ സമ്മതമോ ഇല്ലാതെ കയ്യിൽ നിന്നും വലിയ തുകകൾ നഷ്ടപ്പെടാൻ കാരണമാവുകയും ചെയ്യുന്നു. ബാങ്കുകൾ അവരുടെ ടാർഗറ്റിന് വേണ്ടിയിട്ട് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ നമ്മളെപ്പോഴും കൃത്യമായ അറിവോടെയും സുതാര്യമായും വേണം നമ്മുടെ നിക്ഷേപങ്ങളൊക്കെ തന്നെ തിരഞ്ഞെടുക്കുക. നമുക്ക് RBIയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന മറ്റ് പ്രധാനപ്പെട്ട മാറ്റങ്ങൾ, ആ പോയിന്റുകളിലേക്ക് തിരിച്ചു വരാം. മിസ് സെല്ലിങ്ങുമായി ബന്ധപ്പെട്ട് RBI നൽകുന്ന കൃത്യമായ നിർവചനം അത് ഉപഭോക്താവിൻ്റെ പ്രായത്തിനോ ആവശ്യങ്ങൾക്കോ സാമ്പത്തിക ശേഷിക്കോ ഒട്ടും അനുയോജ്യമല്ലാത്ത ഉൽപ്പന്നങ്ങൾ വിൽക്കുക എന്നതാണ്. ഇതിന് പുറമെയായിട്ട് നിക്ഷേപങ്ങളുടെയും അതോടൊപ്പം തന്നെ പദ്ധതികളുടെയും റിസ്കുകളും ലോക്ക് ഇൻ പീരീഡുകളും ഒക്കെ തന്നെ മറച്ചു വെച്ചുകൊണ്ട് കേവലം ആകർഷകമായിട്ടുള്ള ലാഭവിഹിതങ്ങൾ മാത്രം ഹൈലൈറ്റ് ചെയ്ത് തെറ്റായതോ അല്ലെങ്കിൽ പൂർണ്ണമല്ലാത്തതോ ആയിട്ടുള്ള വിവരങ്ങളൊക്കെ തന്നെ നൽകുന്നതും ഈ മിസ് സെല്ലിങ്ങിൻ്റെ പരിധിയിൽ വരുന്നു. കൂടാതെ ഉപഭോക്താവിൻ്റെ കൃത്യമായ സമ്മതമോ ഒപ്പോ ഇല്ലാതെ അവരുടെ അക്കൗണ്ടിൽ നിന്നും പലതരത്തിലുള്ള ഇൻഷുറൻസ് പ്രീമിയങ്ങളോ തേർഡ് പാർട്ടി സർവീസുകളുടെയൊക്കെ തന്നെ ചാർജുകളോ ഡിഡക്റ്റ് ചെയ്യുന്നതും നിയമവിരുദ്ധമായിട്ടുള്ള മിസ് സെല്ലിംഗ് തന്നെയാണ്. SEBI, IRDI അതോടൊപ്പം തന്നെ PFRDI തുടങ്ങിയ മറ്റ് സാമ്പത്തിക റെഗുലേറ്റർമാരുടെയൊക്കെ തന്നെ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് ബാങ്കുകൾ നടത്തുന്ന എല്ലാത്തരം തെറ്റായിട്ടുള്ള അവകാശവാദങ്ങളും ഇതിൽ പെടുന്നുണ്ട്. കസ്റ്റമേഴ്സിനെ കെണിയിലാക്കുന്ന ഇത്തരം പ്രവണതകൾ അവസാനിപ്പിക്കാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറപ്പെടുവിച്ച പുതിയ ഉത്തരവാണ് കൊമേഴ്സ്യൽ ബാങ്ക് റെസ്പോൺസിബിൾ ബിസിനസ് കോൺട്രാക്റ്റ് അമെൻമെൻറ്റ്. 2026 ജൂൺ 15 RBI ഈ ഒരു പുതിയ ഉത്തരവ് രാജ്യത്തെ എല്ലാ പൊതുമേഖലാ സ്വകാര്യ ബാങ്കുകൾക്കുമായിട്ട് പുറപ്പെടുവിച്ചത്. ഈ നിയമപ്രകാരം ഇനി മുതൽ ഒരു കസ്റ്റമർ ബാങ്കിൽ നിന്നും ഒരു ഭവന വായ്പയോ അല്ലെങ്കിൽ മറ്റ് ലോണുകളോ ഒക്കെ എടുക്കാനായിട്ട് പോകുമ്പോൾ ലോൺ ലഭിക്കണമെങ്കിൽ ബാങ്കിൽ പറയുന്ന ഇൻഷുറൻസ് പോളിസി കൂടി നിർബന്ധമായിട്ടും എടുക്കണം എന്ന് പറയാനായിട്ട് ബാങ്ക് ഉദ്യോഗസ്ഥർക്ക് യാതൊരുവിധ അധികാരവുമില്ല. ലോൺ ഇൻഷുറൻസ് എന്നത് പൂർണ്ണമായും കസ്റ്റമറുടെ വ്യക്തിപരമായിട്ടുള്ള ഓപ്ഷൻ മാത്രമായിരിക്കും. ഇന്ത്യയിലെ എല്ലാ കൊമേഴ്സ്യൽ ബാങ്കുകളും ഈ പുതിയ ഉത്തരവിലുള്ള മാറ്റങ്ങളൊക്കെ കൃത്യമായി നടപ്പിലാക്കുന്നതിനായിട്ട് 2026 ഡിസംബർ 31 വരെയാണ് RBI സമയം അനുവദിച്ചിരിക്കുന്നത്. പുതിയ മാറ്റങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്ന് അത് കസ്റ്റമറുടെ സമ്മതപത്രവുമായി കൺസെൻറ്റ് ഫോം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ്. സാധാരണയായിട്ട് ബാങ്കുകൾ നൽകുന്ന വലിയ ബുക്ക്ലെറ്റുകളിലെ കൺസെൻറ്റ് നിയമങ്ങളൊക്കെ തന്നെ വളരെ ചെറിയ അക്ഷരങ്ങളിൽ ആയതുകൊണ്ട് ഉപഭോക്താക്കൾ അത് വായിക്കാതെയാണ് ഒപ്പിടുന്നത് എന്ന ആ ഒരു ലൂപ്പ് ഹോൾ അത് ബാങ്കുകൾ മുതലെടുത്തിരുന്നു. എന്നാൽ ഇനി മുതൽ ബാങ്കിൽ നിന്നും വാങ്ങുന്ന ഓരോ ഉൽപ്പന്നത്തിനും സേവനത്തിനും പ്രത്യേകം വലിയ അക്ഷരങ്ങളിലുള്ള കൺസെൻറ്റ് ഫോമുകൾ ഉണ്ടായിരിക്കണം എന്നതാണ്. കൂടാതെ സമ്മതപത്രങ്ങളിലെ എല്ലാ ഡിഫോൾട്ട് ചെക്ക് ബോക്സുകളും എപ്പോഴും നോ എന്ന് മാത്രമായിരിക്കണം സെറ്റ് ചെയ്യേണ്ടത്. കസ്റ്റമർ സ്വയം വിചാരിച്ചാൽ മാത്രമേ അത് യെസ് ആക്കി മാറ്റാൻ സാധിക്കുകയുള്ളൂ. വളരെ സുതാര്യവും റെക്കോർഡഡുമായ രീതിയിൽ മാത്രമേ ഉപഭോക്താവിൽ നിന്നും സമ്മതം വാങ്ങിയിട്ടുള്ളൂ എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം അത് ഇനി മുതൽ ബാങ്കുകൾക്കായിരിക്കും. ബാങ്കുകളിൽ റീറ്റെയിൽ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ഡയറക്റ്റ് സെല്ലിംഗ് ഏജൻറ്റുമാരുടെയും അതുപോലെ തന്നെ മാർക്കറ്റിംഗ് ഏജൻറ്റുമാരുടെയും ഒക്കെ തന്നെ പ്രവർത്തനങ്ങൾക്കും RBI ഇപ്പോൾ കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങളൊക്കെ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവർ ഒരിക്കലും തങ്ങൾ ബാങ്കിൻ്റെ സ്ഥിരം ജീവനക്കാരാണെന്ന് വ്യാജമായിട്ട് കാണിച്ച് കസ്റ്റമേഴ്സിനെ സമീപിക്കാൻ പാടില്ലാത്തതാണ്. മുൻകൂട്ടി അനുവാദം വാങ്ങാതെ ഉപഭോക്താക്കളുടെ വീടുകളിലോ ജോലി സ്ഥലത്തോ സന്ദർശനം നടത്താനായിട്ട് പാടില്ലാത്തതാണ്. കൂടാതെ സമയക്രമങ്ങളുടെ കാര്യത്തിലും വലിയ മാറ്റമുണ്ട്. രാവിലെ 8 മണിക്ക് മുൻപോ
രാത്രി 7 മണിക്ക് ശേഷമോ കസ്റ്റമേഴ്സിനെ ഫോണിൽ വിളിച്ച് ശല്യം ചെയ്യാനായിട്ട് പാടുള്ളതല്ല. ഈ ഏജന്റുമാർ വരുത്തിവെക്കുന്ന എല്ലാത്തരം തെറ്റായിട്ടുള്ള പ്രോമിസുകൾക്കും നിയമലംഘനങ്ങൾക്കും ഒക്കെ തന്നെ പൂർണ്ണമായ ഉത്തരവാദിത്വം ബാങ്കുകൾക്ക് മാത്രമായിരിക്കും. അതോടൊപ്പം തന്നെ ഉപഭോക്താവ് ആവശ്യപ്പെടുകയാണെങ്കിൽ ബാങ്കിലെ എല്ലാ ഔദ്യോഗികമായിട്ടുള്ള രേഖകളും മലയാളം ഉൾപ്പെടെയുള്ള പ്രാദേശിക ഭാഷകളിൽ നൽകാനായിട്ട് ബാങ്ക് ബാധ്യസ്ഥരാണ്. ഒരു ബാങ്ക് ഉപഭോക്താവിനെ തെറ്റിദ്ധരിപ്പിക്കുകയും അതുവഴി മിസ്സെല്ലിംഗ് നടത്തുകയും ചെയ്തുവെന്ന് തെളിഞ്ഞാൽ വലിയ പിഴയായിരിക്കും ബാങ്കുകൾ ഒടുക്കേണ്ടി വരിക. കസ്റ്റമർക്ക് നഷ്ടപ്പെട്ട മുഴുവൻ തുകയും കൃത്യമായ പലിശ നിരക്കോടുകൂടി തിരികെ നൽകാനായിട്ട് ബാങ്ക് ബാധ്യസ്ഥരാണ്. ഇതുകൂടാതെ ബാങ്കിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ഈ തട്ടിപ്പ് കാരണം ഉപഭോക്താവിന് ഉണ്ടായ സാമ്പത്തിക നഷ്ടത്തിനും മാനസിക പ്രയാസങ്ങൾക്കുമെല്ലാം തന്നെ കൃത്യമായ നഷ്ടപരിഹാരം കൂടി ബാങ്ക് നൽകേണ്ടി വരും. ഒരു ഉപഭോക്താവിന് ഇത്തരത്തിൽ തട്ടിപ്പ് നേരിട്ടാൽ ആദ്യം ചെയ്യേണ്ടത് ബാങ്കിൻ്റെ നോഡൽ ഓഫീസർക്ക് പരാതി നൽകുക എന്നതാണ്. പരാതി നൽകി 30 ദിവസത്തിനകം ബാങ്കിൻ്റെ ഭാഗത്തുനിന്നും തൃപ്തികരമായിട്ടുള്ള മറുപടിയോ പരിഹാരമോ ലഭിച്ചില്ലെങ്കിൽ RBIയുടെ ഇൻ്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ അദ്ദേഹത്തിന് സിസ്റ്റം വഴിയോ അല്ലെങ്കിൽ RBIയുടെ പോർട്ടലായിട്ടുള്ള CMS കംപ്ലയിൻറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം വഴിയോ നേരിട്ട് ഓൺലൈനായിട്ട് പരാതി ഫയൽ ചെയ്യാവുന്നതാണ്. സോഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.